അമേരിക്കൻ സന്ദർശനത്തിനെത്തിയ രാഹുൽ ഗാന്ധി വീണ്ടും വിവാദ പ്രസ്താവനകൾ നടത്തി. ഇത്തവണ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനെ വിമർശിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. സാധാരണഗതിയിൽ ഇന്ത്യയിൽ നിന്നുള്ള നേതാക്കൾ വിദേശത്ത് പോകുന്ന സമയത്ത് രാജ്യത്തിനെതിരായി സംസാരിക്കാറുണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ അമേരിക്കയിലെത്തിയ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ സംവരണം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇത്തവണ അദ്ദേഹം വിമർശിച്ചത് ഇലക്ഷൻ കമ്മീഷനെയാണ്. മഹാരാഷ്ട്രയിലെ ഇലക്ഷനിൽ 65 ലക്ഷം പുതിയ വോട്ടർമാരെ ചേർത്തതായി രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇലക്ഷൻ വോട്ടിങ്ങിനെ കുറിച്ചുള്ള കണക്കിൽ 5:30 പറഞ്ഞ കണക്കിനേക്കാൾ 65 ലക്ഷം കൂടുതലാണ് 7:30 പറഞ്ഞ കണക്കെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. 2 മണിക്കൂർ കൊണ്ട് എങ്ങനെ ഇത്ര പേർക്ക് വോട്ട് ചെയ്യാൻ കഴിയും? ഇത് അസംഭവ്യമാണ്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ തള്ളിക്കളഞ്ഞതാണ്. ഓരോ ഇലക്ഷൻ വരുന്ന സമയത്തും സ്പെഷ്യൽ സമ്മറി റിവിഷൻ നടത്താറുണ്ട് ഇലക്ഷൻ കമ്മീഷൻ. അതായത് നിലവിലുള്ള വോട്ടർ പട്ടികയിലൂടെ കൂടെ 18 വയസ്സായ ആളുകളെ, പുതുതായി 18 വയസ്സ് പൂർത്തിയായ ആളുകളെ ചേർക്കുക. അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിൽ സ്ഥലം മാറിയ ആളുകളെ ഒഴിവാക്കുക, പുതിയ ആളുകളെ ചേർക്കുക. ഈ പ്രക്രിയ സ്ഥിരമായി നടക്കാറുള്ളതാണ്. ഈ പ്രക്രിയയ്ക്ക് ജനങ്ങൾക്ക് പരാതി പറയാനുള്ള അവസരവുമുണ്ട്. മഹാരാഷ്ട്രയിൽ 1,38,57,351 ബൂത്ത് ലെവൽ ഏജന്റുമാരെയാണ് നിശ്ചയിച്ചിരുന്നത്. ഇവരിൽ നിന്നും ആകെ 89 പരാതികൾ മാത്രമാണ് ലഭിച്ചത്. ജനുവരി 6-7 തീയതികളിലാണ് സ്പെഷ്യൽ സമ്മറി റിവിഷൻ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷന് ഈ റിപ്പോർട്ട് അംഗീകരിക്കുക മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ എന്ന് കമ്മീഷൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തെറ്റാണ് എന്ന് നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയിട്ടാണ് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനെ വിമർശിക്കാൻ തന്റെ പ്രസംഗം ഉപയോഗിച്ചത്.